ജി പി എന്നാൽ സാധാരണയായി ബിസിനസ്സിലും അക്കൗണ്ടിങ്ങിലും ഗ്രോസ് പ്രോഫിറ്റ് അഥവാ മൊത്തലാഭം എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ലാഭക്ഷമത വിലയിരുത്തുന്നതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘട്ടമാണ് മൊത്തലാഭം ഗ്രോസ് പ്രോഫിറ്റ്. വിശദീകരണം: മൊത്തലാഭം കണക്കാക്കാനുള്ള അടിസ്ഥാന സൂത്രവാക്യം ഇതാണ്. ഇതിലെ ഓരോ ഘടകങ്ങളെക്കുറിച്ചും താഴെ നൽകുന്നു. ഘടകം: വിശദീകരണം. വിറ്റുവരവ് റവന്യൂ. ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിറ്റതിലൂടെ സ്ഥാപനത്തിന് ലഭിക്കുന്ന മൊത്തം പണം. റിട്ടേണുകളും കിഴിവുകളും കുറച്ചതിനുശേഷമുള്ള തുകയാണിത്. വിറ്റ സാധനങ്ങളുടെ വില. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കോഗ്സ്. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ സേവനം നൽകുന്നതിനോ നേരിട്ട് വരുന്ന ചെലവുകൾ. മൊത്തലാഭം ജി.പി. നേരിട്ടുള്ള ചെലവുകൾ കുറച്ചതിനുശേഷം സ്ഥാപനത്തിന് ലഭിക്കുന്ന ലാഭം. കോഗ്സിൽ ഉൾപ്പെടുന്ന ചെലവുകൾ ഡയറക്റ്റ് കോസ്റ്റ്സ്. മൊത്തലാഭം കണക്കാക്കുമ്പോൾ വിറ്റുവരവിൽ നിന്ന് കുറയ്ക്കുന്ന കോഗ്സിൽ ഉൾപ്പെടുന്ന ചില പ്രധാന ചെലവുകൾ ഇവയാണ്. 1. അസംസ്കൃത വസ്തുക്കളുടെ വില. റോ മെറ്റീരിയൽസ്. ഉൽപ്പന്നമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. 2. നേരിട്ടുള്ള തൊഴിലാളി കൂലി. ഡയറക്റ്റ് ലേബർ. ഉൽപ്പന്ന നിർമ്മാണത്തിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ ശമ്പളം. 3. ഉൽപ്പാദന ഓവർഹെഡ്. മാനുഫാക്ചറിംഗ് ഓവർഹെഡ്. ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധമുള്ള മറ്റു ചെലവുകൾ. ഉദാഹരണത്തിന് ഫാക്ടറിയിലെ വൈദ്യുതി ചാർജ്. മൊത്തലാഭത്തിന്റെ പ്രാധാന്യം. ഒരു സ്ഥാപനത്തിന് മൊത്തലാഭം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഉൽപ്പാദന കാര്യക്ഷമത പ്രൊഡക്ഷൻ എഫിഷ്യൻസി. സ്ഥാപനം അതിന്റെ ഉൽപ്പന്നങ്ങൾ എത്ര കാര്യക്ഷമമായി നിർമ്മിക്കുന്നുവെന്ന് മൊത്തലാഭം സൂചിപ്പിക്കുന്നു. ലാഭം നിലനിർത്താനുള്ള കഴിവ്. ഈ ലാഭമാണ് സ്ഥാപനത്തിന്റെ മറ്റ് എല്ലാ പ്രവർത്തന ചെലവുകളും വാടക, ഭരണച്ചെലവ്, പരസ്യച്ചെലവ്, നികുതി തുടങ്ങിയവ വഹിക്കാനും അതിനുശേഷം മൊത്തം ലാഭം നെറ്റ് പ്രോഫിറ്റ് നേടാനും സഹായിക്കുന്നത്. വിലനിർണ്ണയം. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വില തീരുമാനിക്കുന്നതിലും ചെലവുകൾ നിയന്ത്രിക്കുന്നതിലും മൊത്തലാഭം പ്രധാന പങ്ക് വഹിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വ്യത്യാസം: മൊത്തലാഭം ഗ്രോസ് പ്രോഫിറ്റ് നേരിട്ടുള്ള ചെലവുകൾ മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. അറ്റാദായം നെറ്റ് പ്രോഫിറ്റ് മൊത്തലാഭത്തിൽ നിന്ന് വാടക, ഭരണച്ചെലവ്, പലിശ, നികുതി തുടങ്ങിയ എല്ലാ പ്രവർത്തന ചെലവുകളും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചതിനുശേഷം ലഭിക്കുന്ന അന്തിമ ലാഭമാണിത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് അതിന്റെ നേരിട്ടുള്ള ചെലവ് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മൊത്തലാഭം ജി.പി.